ഇന്നലെ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, അതങ്ങനെ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അത് നമ്മുടെ ഭരണവ്യവസ്ഥയ്ക്കും ജനാധിപത്യത്തിനും അതുപോലെ നമ്മുടെ നിയമ അനുസരണമുള്ള നടപടിക്രമങ്ങൾക്കുമൊക്കെ എതിരാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ BJP കരുതിക്കൂട്ടി കൊണ്ടുവന്ന ഒരു ബില്ല്, ആ ബില്ല് ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ ഭരണഘടന ഭേദഗതി ചെയ്ത് 850 സീറ്റായിട്ട് പാർലമെൻറ്റിൽ, അതായത് ലോക്സഭയിൽ കക്ഷിനില അംഗബലം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. അത് ചെയ്യാൻ പോകുന്നത് എന്തിനാണ്? സ്ത്രീകൾക്ക് 33% കൊടുക്കാൻ വേണ്ടിയാണ്. സ്ത്രീകൾക്ക് 33% കൊടുക്കാൻ ഇത് ഇങ്ങനൊരു കണ്ടീഷനും കൂടെ വെച്ചു. സ്ത്രീകൾക്ക് 33% കൊടുക്കാനുള്ള തീരുമാനമായതാണ്, അത് നിയമമായതാണ് 2023. അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും എതിർത്തില്ല. അത് BJP കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ BJP മാത്രമല്ല, എല്ലാവരും അതിനെ അനുകൂലിച്ചു. കാരണം സ്ത്രീകൾക്ക് 33% കൊടുക്കുന്നതിന് ആർക്കും എതിർപ്പില്ല. എൻ്റെ അഭിപ്രായത്തിൽ അത് 50% കൊടുക്കേണ്ടതാണ്. അത് 33%-ൻ്റെ കണക്കും കന്തിയെന്ന് ചോദിച്ചാൽ 1/3 ചിലർ പറയും. അതെനിക്കും അറിയാം, 1/3 33% എന്ന്. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവന്മാർ കുറ്റം പറയാനായിട്ട് പറയുന്നവന്മാർ ചിലരുണ്ട്. കാര്യം അത് പ്രത്യേകിച്ചും ഞാൻ ഈ BJPക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അത് ഇവർക്ക് എതിരായിട്ടല്ല ഞാൻ പറയുന്നത്. അവർ നല്ല കാര്യം ചെയ്താൽ നല്ലതെന്ന് പറയും, തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയും. അത് പറയുന്ന ഉടനെ എല്ലാം ഒരുത്തന്നെ ഇങ്ങോട്ട് കയറിയിട്ട് ഒരു കമൻ്റ് ഉണ്ട്. എന്താ, അവന് മെലാനോ മിക്കോ എന്നോ ഏതാണ്ടൊരു പേരിട്ടേക്കാണ്. അവനിങ്ങോട്ട് എഴുതും, ഇയാളെ ജഡ്ജി ആരെയാക്കാതെ നിൻ്റെ തന്തയാണ് എന്ന് പറയാൻ എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, പക്ഷേ എൻ്റെ സംസ്കാരം അനുവദിക്കാത്തതുകൊണ്ട് അത് പറയുന്നില്ല. അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലുള്ള കമൻറ്റുകൾ പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഈ ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമാണ്, പെരുമാറ്റച്ചട്ട ലംഘനവുമാണ്. അത് കാരണം എന്താണെന്നറിയാം, ഇവിടുത്തെ സ്ത്രീകൾ പകരം ചോദിക്കും, സ്ത്രീകൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഭാര്യയെ അംഗീകരിക്കാത്ത ആളുകളാണ് പലരും, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വനിതകളെല്ലാം വളരെ അങ്ങ് ഉയർത്തിയാലേ അടങ്ങുള്ളൂ. ഇപ്പോൾ വനിത എന്ന് പറയുന്നത് ശരിയാണ്, വനിതയ്ക്ക് അവർക്ക് സംരക്ഷണം കൊടുക്കണം, അവർക്ക് സംവരണം കൊടുക്കണം, അതിന് സംശയമില്ല. അവർക്ക് സംവരണം കൊടുക്കണമെങ്കിൽ 850 സീറ്റായിട്ട് വർദ്ധിപ്പിച്ചാലേ കൊടുക്കൂ എന്ന് പറയുന്ന പിടിവാശി എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. ആ പിടിവാശി എന്താണ്? 600 സീറ്റ് അപ്പോൾ പുരുഷന്മാർക്ക് കൈവശം വെക്കണം, അത് തന്നെയാണ്. ഈ 250 സീറ്റ്, ഈ 850 വർദ്ധിപ്പിച്ച് കഴിഞ്ഞ് 250 അധികം കൊടുത്താൽ പോലും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? അതിൽ നിന്ന് പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതേപോലെ തന്നെ OBC സംവരണം, ഇങ്ങനെയുള്ള സംവരണമൊക്കെ അതിൽ നിന്ന് വീണ്ടും വരും. അപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യധാരയിലുള്ള വനിതകൾക്ക് വരുമ്പോൾ വളരെ കുറവായിരിക്കും പ്രാതിനിധ്യം. ഈ 543 എണ്ണത്തിനെ അവിടെ ഇരുത്താൻ വെക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ അടിയും ബഹളമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബജറ്റ് അവതരണം നിങ്ങളൊന്ന് കണ്ടു നോക്കുകയുള്ളൂ, അവിടെ കണ്ടുകൊണ്ടാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. ഓരോ വാചകത്തിനും അങ്ങ് മദ്ദളം അടിക്കുന്നവരെയാണ് ഡെസ്കിലങ്ങ് അടിക്കുന്നത്, പ്രധാനമന്ത്രി ഉൾപ്പെടെ. ഇവിടെ അതുപോലെ ആരംഭിക്കും. ഇവിടെ ബാലഗോപാൽ കഴിഞ്ഞ തവണ ഈ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചു, ഒരു വാചകം പോലും കേൾക്കാക്കത്തില്ല. അയാളൊരു വാചകം പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് അങ്ങ് അടിയാണ്. എന്തതിനെ അടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ അടിക്കുക വേണം. അങ്ങനെയാണ് അവിടെയും തകിലടിയാണ് അവിടുത്തെ ഇത് വരുമ്പോഴും. ഇനി 543 എണ്ണത്തിനെ കൊണ്ടുനോക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം പാർലമെൻറ്റ് നേരെ നടന്നു. കഴിഞ്ഞ തവണ നടക്കത്തില്ല. കാരണം സ്പീക്കർ അതുപോലെ ലോക്സഭയുടെ അവിടുത്തെ നേതാക്കളുടെയൊക്കെ പിടിവാശി, അതുമൂലമാണ് ഓരോ കാര്യങ്ങളും നടക്കാത്തത്. ഇവർ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. ഇനി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. അന്നേരം അങ്ങ് ബഹളവും വലിയ ശല്യമാണ്, വലിയ ഉപദ്രവമാണ്, അയാൾ തുറക്കാൻ സമ്മതിക്കത്തില്ല. ആ രീതിയിലാണ്. സ്പീക്കറൂടെ ചേർന്നേക്ക് സമയവും കൊടുക്കത്തില്ല. അങ്ങനെ വരെ വന്നിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ എതിർപ്പ് സ്വരം ഉയർത്തി കഴിഞ്ഞാൽ പുറത്താക്കും. എളുപ്പമുണ്ടല്ലോ. അങ്ങനെ പുറത്താക്കിക്കൊണ്ട് കുറേ നിയമങ്ങൾ ഇവിടെ പാസ്സാക്കി ഒരു സമയത്ത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. കുറേ നിയമങ്ങൾ ഇവരെല്ലാം പുറത്താക്കിക്കൊണ്ടും ഒക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത്, പാസ്സാക്കിയേക്കുന്നത്. അതിൻ്റെ നിയമസാധുത അത് കോടതി ചലഞ്ച് ചെയ്യേണ്ടതാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടെ 2023 തീരുമാനമായ ഒരു കാര്യമാണ് വനിതകൾക്ക് 33% സംവരണം. അന്ന് ആ തീരുമാനമാകുമ്പോൾ ഇതേപോലെ ഡീലിമിറ്റേഷൻ വന്നാലേ ഇത് കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല.
പിന്നെ ഇപ്പോഴാണ് അത് കണ്ടീഷനിലാക്കിയത്. എന്താണ്? ഇപ്പം അങ്ങ് നോട്ടിഫൈ ചെയ്തു. വനിതകൾക്ക് 33% സംവരണം. അത് ഇത് കഴിഞ്ഞ് 2023 കഴിഞ്ഞുള്ള ആദ്യ സെൻസസ് അനുസരിച്ചുള്ള ഡിലിമിറ്റേഷൻ കഴിഞ്ഞ് കൊടുക്കാമെന്ന്. ഇത് കൊടുക്കാനാണോ? എന്നിട്ട് ഇപ്പം എന്താണെന്നറിയോ, ബാക്കി BJPക്കാരെയും മറ്റ് കുറേ വനിതകളെന്ന് പറയുന്ന ആളുകളെ, നേതാക്കളെന്ന് പറയുന്നവരെയൊക്കെ അങ്ങ് ഇളക്കി വിടുക. വനിതകൾക്കെതിരെയാണ് ഇന്ത്യ മുന്നണി നിന്നതെന്ന്. വനിതകൾക്കെതിരെ അല്ല ഇന്ത്യ മുന്നണി നിന്ന് ആദ്യം മനസ്സിലാക്കണം. കാരണം വനിതകൾക്ക് സംവരണം കൊടുക്കാൻ എല്ലാവരും തയ്യാറാണ്. ആ സംവരണത്തിൻ്റെ മറവിൽ വലിയ കൊള്ള നടത്താനുള്ള ഒരുക്കമാണ്. അതായത് നമ്മുടെ മുഴുവൻ ജനാധിപത്യ മൂല്യങ്ങളും അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ഡീലിമിറ്റേഷൻ എന്നുള്ള കൊണ്ടുവന്നു. അപ്പം നോക്കിക്കോണം എന്താന്ന്. ഇപ്പോൾ എന്നിട്ട് പറയാ 50% ഇത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂട്ടിക്കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ബില്ലിലില്ല. അപ്പോൾ പറയാം 2 മണിക്കൂറിന് ഇത് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെച്ചാൽ ഇപ്പോൾ കൊണ്ടുവരാമെന്ന്. ഇങ്ങനെ കൊണ്ടുവരാനോ അമിത്ഷായ്ക്ക് കളിക്കാനുള്ളതാണോ ഇതൊക്കെ നിയമം എന്നൊക്കെ പറയുന്നത്? വിവരമില്ലാത്തത് കൊണ്ടാണ് ഇത് ഈ പണിയെല്ലാം ചെയ്യുന്നത്. നേരത്തെ ബില്ല് തയ്യാറാക്കി അത് അംഗങ്ങൾക്ക് വിതരണം ചെയ്ത് വേണം ചർച്ച ചെയ്യാൻ. ഇത് ഇനി ഞങ്ങൾ റെഡിയാക്കാമെന്ന്. കാരണം ഇവർക്ക് സംസാരിക്കാൻ സമയം കൊടുക്കരുത്. അത് പറഞ്ഞാൽ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യാം. അതിനുള്ള ഒരു പരിപാടി നോക്കി. പക്ഷേ ഇന്ത്യ മുന്നണി കെട്ടുറപ്പോടുകൂടി നിന്ന് ഇതിനെ പരാജയപ്പെടുത്തി. കാരണം 3/2 ഭൂരിപക്ഷം വേണം ഭരണഘടനാ ഭേദഗതിക്ക്. ഇങ്ങനൊരു ഭരണഘടനാ ഭേദഗതി അനാവശ്യമാണെന്നും ഇത് ഇങ്ങനൊരു കണ്ടീഷൻ കൊണ്ടുവരേണ്ട കാര്യമില്ലെന്നും അവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരിതിനെ പരാജയപ്പെടുത്തിയത്. അതിനിപ്പോൾ എന്താ, ബഹളം അഴിച്ചു വിടുകയാണ്. ഇനി ഇതൊന്നുമല്ല പ്രശ്നം. നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ പേരെടുത്ത് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ 3 എണ്ണമാണ്. ഒന്ന് കോൺഗ്രസ്സിന് ബോധമില്ലെന്നും കുടുംബവാഴ്ചയാണെന്നും പറഞ്ഞു. ശരിയായിരിക്കാം. ഇനി രണ്ടാമത് പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസ്, അവിടെയും കുടുംബവാഴ്ചയാണെന്ന്. മൂന്നാമത് DMK. കാരണം എന്താ, കരുണാനിധി മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ അവിടെ കുടുംബവാഴ്ചയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഉള്ള പ്രശ്നം, എന്നിട്ട് ഇവരൊക്കെ കൂടെ എതിർത്ത് സ്ത്രീകൾ ഇതിന് പകരം ചോദിക്കും, സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള ഒരു അവസരമാണ് പ്രതിപക്ഷം നഷ്ടപ്പെടുത്തിയത് എന്ന് തുടങ്ങി അദ്ദേഹം രാജ്യത്ത് നമ്മുടെ ദേശീയ മാധ്യമത്തിലൂടെ, അതായത് നമ്മുടെ സർക്കാർ മാധ്യമത്തിലൂടെ അദ്ദേഹം പ്രസംഗിയാണ്. ഒരു 20-25 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ചത് മുഴുവൻ ഇതാണ്. എന്നിട്ട് അങ്ങ് സങ്കടമൊക്കെ വരിക. എന്ത് നല്ല അഭിനയതാരമാണെന്നറിയാം അദ്ദേഹം. ഇത്രയും നല്ലൊരു നടനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങ് വളരെ വലിയ സങ്കടമാണ്. ആ സങ്കടം സ്വന്തം കാര്യത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കണം എന്താണെന്ന്. അത് ഇങ്ങനെയുള്ള വരുമ്പം ഇനി പല കാര്യങ്ങൾ കൊണ്ടും ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ട്രംപ് നിയന്ത്രിക്കുന്നത് പോലാണ് ശ്രീ നരേന്ദ്രമോദി പെരുമാറുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയും പറഞ്ഞു. ശരിയായിരിക്കാം. കാരണം എന്താണെന്നറിയാം, അതിന് പല കാരണങ്ങളുണ്ട്. വിശ്വസിക്കാൻ വളരെ വലിയ കാര്യങ്ങളുണ്ട്. ഒരു മനോരോഗിയെപ്പോലെ പെരുമാറുന്ന ഒരാളെ ഇത്രത്തോളം ആദരിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ട കാര്യം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാര്യം കാണും. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല. സാധാരണ ആരും അങ്ങനെ ചെയ്യത്തില്ല. കാരണം ഇതിപ്പോൾ ഇനി ഇതിനകത്ത് വന്നേക്കുന്ന കാര്യം, തമിഴ്നാട്ടിലെ ഇലക്ഷൻ 23-ാം തീയതിയാണ് വോട്ടെടുപ്പ്, ബംഗാളിലെ 27-ാം തീയതി. അപ്പം ഈ തൃണമൂലിനെയും ഇതുപോലെ തന്നെ DMKയും പേരെടുത്ത് പറഞ്ഞത് ചെയ്തേക്കുന്നുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. പക്ഷേ അവിടെ നല്ല നേതാവ് ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മഹാനെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അയാൾക്കെതിരെ കേസൊന്നും കൊടുക്കാൻ പാടില്ല. നിയമമൊക്കെ ഇങ്ങനെ എല്ലാവരെയും വെളിയിലാക്കിയിട്ട് പാസ്സാക്കിയിട്ടുണ്ട്. ഇത് ഒരു നിയമമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു നിയമമാണത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അയാൾക്കെതിരെ ഒരു കേസും ഇന്ത്യൻ കോടതികളിൽ കൊടുക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ നിയമസാധുത ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഇന്ത്യൻ ഈ പ്രധാനമന്ത്രിക്ക് പോലും ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്. അതേപോലെ തന്നെ പ്രസിഡന്റിനായാലും ശരി, ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ഷൻ ആണെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന ഇയാളെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം എഴുതി വെച്ചേക്കുന്നത്. നല്ല നിയമമല്ല. അയാൾ എന്ത് വൃത്തികേട് കാണിച്ചാലും കേസ് കൊടുക്കാൻ പാടില്ലെന്നുള്ള കോടതികൾക്ക് എന്ന് പറഞ്ഞ പോലെ. ഇനിയിപ്പോൾ അതുകൊണ്ട് ഇവർ പരാതി കൊടുത്താലും, പെരുമാറ്റച്ചട്ട ലംഘനത്തിന് പരാതി കൊടുത്താലും ശരി, അതൊന്നും അത്ര കാര്യമായിട്ടൊന്നും എടുക്കത്തില്ല. കാരണം പ്രധാനമന്ത്രിക്ക് പണത്തിന് മീതെ പരുന്തും പറക്കാന്ന് പറയുന്ന പോലെ പ്രധാനമന്ത്രിക്ക് മീതെ പരുന്തും പറക്കാം. അതാണ് കാര്യം. പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യാം? കാരണം ഇതുപോലുള്ള വർത്തമാനം വിളിച്ചു പറയാം. അദ്ദേഹം ഇലക്ഷൻ വോട്ട് ക്യാൻവാസ് ചെയ്തതല്ലേ ഈ ചെയ്തത് BJPക്ക് വേണ്ടി. ചിന്തിക്കണം, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് DMKയും TMCയും തോൽപ്പിക്കും, വനിതകൾ തോൽപ്പിക്കും, വനിതകൾ അങ്ങനെ ചെയ്തു, വനിതകളെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഇളക്കി വിടുകയല്ലേ. ഇപ്പോൾ വനിതകളെ ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറേ കൂഷ്മാണ്ഡങ്ങളുണ്ട് ഇതിന് ഓശാന പാടാൻ. കാരണം ഇത് മനസ്സിലാകത്തില്ല. എന്നാൽ
വനിതകൾക്ക് ഇത് കൊടുത്തതാണ്, കിട്ടിയതാണ്. അതിന് പുതിയൊരു കണ്ടീഷൻ കൊണ്ടുവന്നു. ഏതാണ്? ഡീലിമിറ്റേഷൻ പുതിയതായിട്ട് വരണം, എന്നാലേ കൊടുക്കുന്നു. ഇത് കൊടുക്കാനല്ല, ഇതൊന്നും സ്ത്രീകൾക്ക് കിട്ടാനല്ല. ഈ ആട്ടിന് കുഴ കാണിച്ച് കൊണ്ടു നടക്കത്തില്ലേ, അങ്ങനെ കൊണ്ടു നടക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന കാര്യം മാത്രമാണ്. ഇത് കൊടുക്കാനല്ല. ഇത് മാത്രമല്ല, ഇത് പരാജയപ്പെടുമെന്ന് BJPക്ക് ഉറപ്പാണ്. അവിടെ ഇപ്പം എന്താ, പരാജയപ്പെട്ടാൽ സ്ത്രീകൾക്ക് അങ്ങനെ ഉപദ്രവിച്ചു, സ്ത്രീകളെ ഇങ്ങനെ ചെയ്തു, സ്ത്രീകളെ സഹോദരിമാരായിട്ട് കണ്ടില്ല, ഇതൊക്കെ പറഞ്ഞ് പ്രതിപക്ഷത്തിനെ അടക്കാം എന്ന് വെച്ചാൽ അവരെ ഒതുക്കാനുള്ള ഒരു മാർഗം നോക്കുന്നതാണ്. കാരണം ഇത് പരാജയപ്പെടുന്നുള്ള ഉറപ്പാണ്. ഇതിനവരാരും കൂട്ടു നിൽക്കത്തില്ല പ്രതിപക്ഷം, അതറിയാമായിരുന്നു. പരാജയം 1/2 ഭൂരിപക്ഷം അവർക്കില്ല എന്തായാലും. ഇനിയിപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ഇത് ഞങ്ങൾ വിടത്തില്ല, ഇനിയും ഉണ്ടാക്കും. ഇനി എന്തോന്നും ഉണ്ടാക്കാൻ 543-ൻ്റെ 33 അങ്ങ് കൊടുത്താൽ പോരെ അവർക്ക്? അതിന് 850 മാറ്റണം. അവിടെ ബഹളം ഉണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും നാട്ടുകാരുടെ പൈസ മുഴുവൻ തിന്നു തീർക്കാനും. ഈ എണ്ണം കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒരു MP-ക്ക് എത്ര കോടി രൂപയുടെ ചിലവ് വരും ഒരു വർഷം? 850 ആക്കുമ്പോൾ ഈ 500 ബാക്കി ഇത്രയും നമ്മൾ സഹിക്കണ്ടേ? നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യത്തെ ജനങ്ങളാണ് സഹിക്കുന്നത്, അല്ലാതെ ഇവരൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് വരുമ്പോൾ വിമാനം ഫ്രീ, വിമാനക്കൂലി എല്ലാം കുന്നം കൂടെ എല്ലാ ചിലവും, ആളുകൾ, കാറ് എല്ലാം കൊള്ളാം, അവിടെ താമസിക്കാൻ സ്ഥലം. ഏതായാലും അതങ്ങ് പരാജയപ്പെട്ടു. നന്നായി. ഇനിയും വിടത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയുള്ള ശ്രമം തുടരും. ശ്രമം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? BJPക്ക്, അവരുടെ മുന്നണിക്ക് തനിച്ച്, അതായത് ഈ 3/2 ഭൂരിപക്ഷം വേണം. അതാണ് ഈ പറഞ്ഞു വെക്കുന്നത് വ്യംഗ്യമായിട്ട്. അതിനെ ഇവരെയൊക്കെ തോൽപ്പിക്കണം. തൃണമൂലിനെയും അതേപോലെ തന്നെ DMK ഒക്കെ പരാജയപ്പെടുത്തിയാലേ പറ്റൂ എന്നുള്ളതാണ് നല്ല വർത്തമാനത്തിൽ കൂടെ പറഞ്ഞത്. വളരെ വലിയ തെറ്റാണ് അദ്ദേഹം ചെയ്തത്. ഗുരുതരമായ ചട്ടലംഘനമാണ് ഈ നടത്തിയേക്കുന്നത്. പെരുമാറ്റച്ചട്ട ലംഘനമാണ് ഈ നടത്തിയേക്കുന്നത്. തെറ്റാണ്. പ്രധാനമന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ദേശീയ മാധ്യമത്തെ ഉപയോഗിച്ച്, സർക്കാരിൻ്റെ ചെലവിൽ സർക്കാർ മാധ്യമത്തെ ഉപയോഗപ്പെടുത്തി ഈ രീതിയിൽ വോട്ട് പിടിക്കാൻ ശ്രമിച്ചത് ശരിയല്ല. അതും അക്ഷരാർത്ഥത്തിൽ വോട്ട് ക്യാൻവാസ് ചെയ്തു തന്നെയാണ്.